അൽഫോൻസാമയെ ശുദ്ധയായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു രോഗസൗഖ്യം ലഭിച്ച വ്യക്തിയാണ് ഞാൻ. എൻ്റെ പേര് ജിനിൽ മെറിൻ ഷാജി എന്നാണ്. എൻ്റെ സ്വദേശം പാലായിലാണ്. പാലായിൽ കുറുപ്പന്ത്ര എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഞാനിപ്പോൾ കുന്നോത്ത് ഗുഡ്ഷപ്പയുടെ മേരെ സെമിനാരിയിൽ 3-ാം വർഷം ദൈവശാസ്ത്രം പഠിക്കുന്നു. എൻ്റെ വീട്ടിൽ പപ്പായും മമ്മിയും സഹോദരനുമുണ്ട്. സഹോദരൻ വിവാഹിതനാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ UK-യിലാണ് വർക്ക് ചെയ്യുന്നത്. അൽഫോൻസാമയുടെ വലിയൊരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യമാണ് എൻ്റെ ജീവിതം. ജന്മനാ തന്നെ ഇരുകാൽപാദങ്ങളും വളഞ്ഞാണ് ഞാൻ ജനിക്കുന്നത്. അതോടൊപ്പം തന്നെ അരയ്ക്ക് താഴോട്ട് ബലമില്ലാത്തൊരവസ്ഥയിലാണ് എൻ്റെ ജനനം. ജനിച്ചതിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ തന്നെ വെച്ച് എൻ്റെ കാല് നിവർത്തി, വളഞ്ഞിരുന്ന കാല് നിവർത്തി പ്ലാസ്റ്റർ ഇടുകയാണ് ചെയ്തത്. പക്ഷേ പ്ലാസ്റ്ററിൻ്റെ അലർജി മൂലം 2 ദിവസം കഴിയുമ്പോൾ തന്നെ പ്ലാസ്റ്റർ വിട്ടുമാറ്റേണ്ടി വന്നു. അങ്ങനെ 1-2 തവണ ചെയ്തു നോക്കിയെങ്കിലും അതുകൊണ്ട് ഉപകാരമില്ല എന്ന് ഡോക്ടർമാർ കണ്ടതിനാൽ വീണ്ടും പ്ലാസ്റ്റർ ഇടണ്ട എന്ന് അവർ പറയുകയാണ് ചെയ്തത്. അങ്ങനെ കുറേ നാൾക്ക് അങ്ങനെ പോയി. ശേഷം പിന്നീട് ഡോക്ടർമാർ സജഷൻ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്താൽ അല്ലെങ്കിൽ ഒരു സർജറി ചെയ്താൽ ഇതിനൊരു എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാകാം എന്ന് പറഞ്ഞു. എങ്കിൽ പോലും അതൊരു സക്സസ് ആയിരിക്കണം എന്നവർ പറഞ്ഞില്ല. കാരണം അതിൽ പോലും ഒരു റിസ്ക് ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ആ ഓപ്പറേഷൻ വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 2.5 വയസ്സെത്തി. അപ്പോഴാണ് മമ്മിയുടെ ഇടവകാരിയായിരുന്ന ഫാദർ ജോസ് വള്ളംപുരയിടം ഞങ്ങളോട് ഭരണങ്ങാനത്ത് പോയി പ്രാർത്ഥിക്കാൻ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുന്നു. ഭരണങ്ങാനത്ത് ചെന്നു. പപ്പായും മമ്മിയും ചേട്ടനും ഞാനും, ഞങ്ങൾ 4 പേരടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംഭം. അങ്ങനെ ഞങ്ങൾ ഭരണങ്ങാനത്ത് പോയി. എന്നെ കബറിടത്തിൽ കിടത്തി അവർ ചുറ്റുമിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ രാവിലെ തുടങ്ങിയ പ്രാർത്ഥന ഏകദേശം ഒരു ഉച്ചവരെ ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ചു. തിരിച്ച് ഉച്ചയോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്നിട്ട് അന്ന് രാത്രി കുരിശുവരുടെ സമയത്ത് നടക്കാൻ വയ്യാതിരുന്ന എനിക്ക്, അതായത് കാൽപാദം 2 വളഞ്ഞാണ് ഇരിക്കുന്നത്, അതുപോലെ തന്നെ അരയ്ക്കതായിട്ട് ബലവുമില്ല. അങ്ങനെ നടക്കാൻ വയ്യാതിരുന്ന എനിക്ക് പെട്ടെന്ന് തന്നെ 2 പേരുടെയും പപ്പായുടെ മമ്മിയുടെ നടുക്കിയ നേരത്ത് കുരിശുവരുടെ സമയത്ത് ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് 2 പേരുടെയും തോളത്ത് പിടിച്ചുകൊണ്ട് ചാടി എണീറ്റ് നിന്നു. എന്നിട്ട് സാധാരണ ഒരു കുട്ടി നടക്കുന്ന പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും തുടങ്ങി. പിറ്റേന്ന് തന്നെ അപ്പോൾ തന്നെ ഇക്കാര്യം വികാരിച്ചനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ വികാരിച്ചൻ പിറ്റേന്ന് പള്ളിയിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ ചെന്നപ്പോൾ വികാരിച്ചൻ ഞങ്ങളോട് ചോദിച്ചു, ഇങ്ങനെ ഭരണങ്ങാനത്ത് നിന്ന് ചെല്ല്, ഈ ഒരു സാക്ഷ്യം അവിടെ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഭരണങ്ങാനത്ത് ചെന്നു. ഭരണങ്ങാനത്ത് ചെന്ന് അവിടുത്തെ വൈസ് പോസ്റ്ററായിട്ടായിരുന്ന ഫ്രാൻസിസ് വടക്കേലച്ചൻ ഞങ്ങളോട് ഈ ഒരു അത്ഭുതം അൽഫോൻസാമയെ ശുദ്ധിയാക്കാനുള്ളൊരു സാക്ഷ്യമായിട്ട് അല്ലെങ്കിൽ ഒരു കാരണമായിട്ട് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമായിരുന്നു അതിന്. അങ്ങനെയാണ് ഈ ഒരു അത്ഭുതത്തെ റോമിന് പഠനത്തിനായിട്ട് പോകുന്നത്. അങ്ങനെ ഏകദേശം 2000-ലാണ് സൗഖ്യം ലഭിക്കുന്നത്. 2008 ഒക്ടോബർ 12-ാം തീയതിയാണ് അൽഫോൻസാമയെ ശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ഏകദേശം 8 വർഷത്തോളം ഇതിൻ്റെ ആ ഒരു നാമകരണ നടപടികളും കാര്യങ്ങളൊക്കെ നടന്നു. അങ്ങനെ 2008 ഒക്ടോബർ 12-ാം തീയതി റോമിൽ വെച്ച് നടന്ന കാനനൈസേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് പപ്പായ്ക്കും മമ്മിക്കും ചേട്ടായ്ക്കും അതോടൊപ്പം എനിക്കും സാധിച്ചു. എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാനിത് കാണുന്നത്. എൻ്റെ ദൈവങ്ങളുടെ അടിസ്ഥാനം പോലും ഈ ഒരു രോഗസൗഖ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ജന്മനാ തന്നെ ഇരുകാൽപാദങ്ങളും വളഞ്ഞ് ഒരു വികലാംഗനായി നടക്കേണ്ടിയിരുന്ന ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഒരു പുരോഹിത വസ്ത്രം ധരിച്ച് ഇവിടെ ആയിരിക്കുമ്പോഴും ദൈവത്തോട് ഏറ്റവും കടപ്പെട്ട ഒരു ജീവിതമാണ് എനിക്ക് ഇന്ന് ഉള്ളത്. ഒരു വിശുദ്ധനെ അല്ലെങ്കിൽ വിശുദ്ധയായിട്ട് അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടുള്ള പ്രഖ്യാപിക്കണമെങ്കിൽ ഒരു അത്ഭുത രോഗസൗഖ്യം ആവശ്യമായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അതിനെ റോം പഠിച്ച് അതിൻ്റെ എത്രമാത്രം അത് ഒതൻറ്റിക്കാണ് എന്ന് പഠിച്ചിട്ടാണ് ആ ഒരു അത്ഭുതത്തെ ഒരു രോഗസൗഖ്യം അല്ലെങ്കിൽ ആ ഒരു അത്ഭുതത്തെ ഒരു സാക്ഷ്യമായിട്ട് അല്ലെങ്കിൽ ഇതിനൊരു കാരണമായിട്ട് എടുക്കുന്നത്. അങ്ങനെ വിശുദ്ധ അൽഫോൻസാമയെ വിശുദ്ധിയാക്കാനുള്ള ആ ഒരു രോഗസൗഖ്യം അല്ലെങ്കിൽ ആ ഒരു സാക്ഷ്യം അല്ലെങ്കിൽ എനിക്ക് ലഭിച്ച ആ രോഗസൗഖ്യമാണ് എടുത്തിരിക്കുന്നത്. അതിന് കാരണക്കാരനായതിൽ എനിക്ക് വളരെയധികം സന്തോഷവും നന്ദിയും എന്നും ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസാമ. ഞാൻ ചെറുപ്പത്തിൽ അൽഫോൻസാമയെ വിളിച്ചുകൊണ്ടിരുന്നത് ഇന്നമാമ എന്നായിരുന്നു. എനിക്ക് അറിവില്ലാത്തൊരു പ്രായത്തിലാണ്, കാരണം വീട്ടുകാർ പറഞ്ഞു കേട്ടൊരു അറിവൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇന്നമാമ എന്നാണ് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ കാല് സുഖപ്പെട്ട് ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ഞാൻ പറഞ്ഞതുപോലും ഇന്നമാമ എന്നെ നടത്തി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രയും എൻ്റെ ഹൃദയത്തോട് അല്ലെങ്കിൽ അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസാമ. എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് അത്ഭുതം നടന്നത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞു.
അപ്പോൾ ഈ അത്ഭുതം നടന്നതോ അല്ലെങ്കിൽ എനിക്ക് ഈ സൗഖ്യം ലഭിച്ചതോ ഒന്നും ഒരു അറിയാനുള്ള പ്രായം അല്ലെങ്കിൽ ഒരു അറിവ് എനിക്കൊന്ന് ഇല്ലായിരുന്നു. പിന്നീട് പലപ്പോഴായിട്ട് അല്ലെങ്കിൽ മാതാപിതാക്കൾ പറഞ്ഞു കേട്ടത് വഴിയാണ് എനിക്ക് ഈ അത്ഭുതം ലഭിച്ച കാര്യം എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും അവരിങ്ങനെ സാക്ഷ്യം പള്ളികളിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും സാക്ഷ്യം പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതലും ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നീട് സെമിനാരിയിൽ ചേർന്നപ്പോഴും അല്ലാതെ തന്നെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും മറ്റുള്ളവർ എന്നെ അങ്ങനെ ഒരു അൽഫോൻസാമയിൽ നിന്ന് നേരിട്ട് അല്ലെങ്കിൽ ദൈവം തൊട്ട ഒരു വ്യക്തിയായിട്ടാണ് എന്നെ കണ്ടിരുന്നത്. അതുകൊണ്ട് പലരും ഒരു അത്ഭുത ബാലൻ അല്ലെങ്കിൽ അത്ഭുത ശിശു എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നതും സെമിനാരികളിലും അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ. എനിക്കൊരു അറിവ് വെച്ച കാലം തൊട്ട് തന്നെ ഈ അൽഫോൻസാമ എന്നെ സുഖപ്പെടുത്തി അല്ലെങ്കിൽ അൽഫോൻസാമ വഴി എനിക്ക് സൗഖ്യം ലഭിച്ചു എന്നൊരു കാര്യം ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ആദ്യം തന്നെ വന്നൊരു ചിന്ത ഒരു ഭാവിയിൽ ഒരു വൈദികനാകാം അല്ലെങ്കിൽ സെമിനാരിയിൽ പോയി ഒരു വൈദികനാകാം എന്നുള്ളൊരു കാര്യമായിരുന്നു എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ സൗഖ്യം ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ ഒരു വികലാംഗനായിട്ട് ഒരു വീൽ ചെയറിൽ നടക്കേണ്ട വ്യക്തിയായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾ നിഗൂഢങ്ങളാണ് എന്നാണല്ലോ നാം ബൈബിളിൽ വായിക്കുന്നത്. അപ്പോൾ ഒരു വൈദികനാകാനുള്ള ആഗ്രഹം അന്ന് തൊട്ട് തന്നെ അല്ലെങ്കിൽ ചെറുപ്രായം തൊട്ട് തന്നെ എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു ചിന്തയായിരുന്നു. അങ്ങനെയാണ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ സെമിനാരിയിൽ ചേരുന്നതും പാലരൂപതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിൽ ചേരുന്നതും എല്ലാം എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചപ്പോൾ അൽഫോൻസാമയിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തിന് എന്തോ ഒരു പ്രത്യേക കാര്യമുണ്ട് അല്ലെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തിന് വേണ്ടി വേല ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വൈദിക ജീവിതം ഞാൻ തിരഞ്ഞെടുത്തത്. അൽഫോൻസാമയോട് എന്നും മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലാറുണ്ട്. അതോടൊപ്പം തന്നെ എനിക്കിപ്പോൾ ഇവിടെ ആയിരിക്കുന്നതുകൊണ്ട് ഭരണങ്ങാനത്ത് പോകാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ അവധിക്ക് ചെല്ലുന്ന സമയത്ത് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഭരണങ്ങാനത്ത് പോകാറുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടുകാർ പപ്പായും മമ്മിയും അവർ പെരുന്നാളിൻ്റെ സമയത്ത് ഭരണങ്ങാനത്ത് പോകാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളികളിലാണെങ്കിൽ പോലും എല്ലാ ബുധനാഴ്ചകളിലും വിശുദ്ധ അൽഫോൻസാമയുടെ നൊവേന പ്രാർത്ഥനയുണ്ട്. അതിനൊക്കെ സജീവമായിട്ട് തന്നെ പങ്കെടുക്കാനും അതുപോലെ മറ്റ് അൽഫോൻസാമയായിട്ടുള്ള ഭക്തിയിൽ എന്നും തന്നെ ഓരോ ദിവസവും മുന്നേറാനും എന്നും തന്നെ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ പാസ്റ്ററിനായിട്ട് പോകുന്നത് നമ്മുടെ തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂർ എന്ന പള്ളിയിലാണ്. അപ്പോൾ അവിടെ നിരവധി നമുക്കറിയാവുന്നതുപോലെ ദൈവകാരുണ്യ അത്ഭുതം നടന്ന ഒരു പള്ളിയാണ് ഈ വിളക്കന്നൂർ പള്ളി. അവിടെ നിരവധി തീർത്ഥാടകർ വരാറുണ്ട്. അപ്പോൾ ഞാനവിടെ ശനിയാഴ്ച ഞാനവിടെ ചെല്ലും. പിന്നെ ഞായറാഴ്ച സൺഡേ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാനും അതുപോലെ തന്നെ കുർബാനയ്ക്ക് സഹായിക്കാനൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ പോകാൻ നേരത്ത് കുറേ തീർത്ഥാടകരെ അല്ലെങ്കിൽ വിശ്വാസികളെ അവിടെ വെച്ച് കാണാറുണ്ട്. അപ്പോൾ നമ്മളോട് ഇങ്ങനെ വിശേഷം തിരക്കുമ്പോഴും അവർ ചോദിക്കും എങ്ങനെയാണ് ബ്രദറിൻ്റെ വീട് എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴും അല്ലെങ്കിൽ അവരെങ്ങനെയെങ്കിലും എന്നെക്കുറിച്ച് ചിലപ്പോൾ കേട്ടറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ തന്നെ അവരോട് പറയും എനിക്കിങ്ങനെയാണ് അൽഫോൻസാമയുടെ അനുഗ്രഹം ലഭിച്ച ഒരു സാക്ഷ്യം അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിതം അങ്ങനെയൊക്കെ പറയാൻ നേരത്ത് അവരങ്ങനെ പെട്ടെന്ന് ഒരു അത്ഭുത സ്തബ്ധരായി പോവുകയോ അല്ലെങ്കിൽ ഒരു ദൈവം തൊട്ട ഒരു വ്യക്തിയെ നേരിൽ കണ്ട അവർക്കൊരു അത്ഭുതത്തോടെ അവർ നോക്കി നിൽക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. പിന്നെ അപ്പം തന്നെ അവരുടെ കുറേ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനാ യാചനകളും എല്ലാം എന്നെ ഏൽപ്പിക്കാറുണ്ട്. കാരണം നമുക്കറിയാം ദൈവം തൊട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാനൊരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രാർത്ഥനകളും ഞാൻ ദൈവത്തോട് എൻ്റെ പ്രാർത്ഥനകളോടൊപ്പം തന്നെ ഞാൻ അവരുടെ പ്രാർത്ഥനകളും ചേർത്ത് വെച്ച് എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അൽഫോൻസാമയെ പോലെ തന്നെ ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ഒരു വിശുദ്ധനായി തീരുക എന്നാണ് പലപ്പോഴും അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പോലും. എന്നെ കാണുമ്പോൾ പലരും പറയുന്നൊരു കാര്യമാണ്, എൻ്റെ വല്യമ്മച്ചിയും വല്യപ്പച്ചനൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഭാവിയിൽ ഒരു വൈദികനാകുമ്പോൾ ഒരു പുരോഹിതനാകുമ്പോൾ ഏറ്റവും വിശുദ്ധനായ ഒരു വൈദികനാകണമെന്നുള്ളൊരു കാര്യം. അതിനായിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ് അല്ലെങ്കിൽ അതിനായിട്ടാണ് ഞാൻ ഇന്നും എൻ്റെ ഒരു ജീവിതം അൽഫോൻസാമയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത്. നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അൽഫോൻസാമയുടെ ജീവിതത്തിൽ എന്നും സഹനങ്ങളായിരുന്നു. പക്ഷേ ആ സഹനങ്ങൾക്കൊന്നും അൽഫോൻസാമ പരാതിയോ കാര്യങ്ങളോ ഒന്നും പറയാറില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ഒരു ചെറിയ തലവേദന വന്നാൽ അല്ലെങ്കിൽ ഒരു ചെറിയ പനി വന്നാൽ പോലും നമുക്ക് എന്നും പരാതികളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ അൽഫോൻസാമയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം, സഹനങ്ങളെ ഒരു ദൈവമഹത്വത്തിനായിട്ടാണ് അൽഫോൻസാമ കാണുന്നതും കരുതിയിരുന്നതുമെല്ലാം. നമ്മൾ ആ ഒരു ചൈതന്യത്തോടു കൂടി വേണം നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ സഹനമാണെങ്കിൽ പോലും അല്ലെങ്കിൽ കാണാനും, അല്ലെങ്കിൽ ഒരു ചെറിയ സഹനങ്ങളിൽ പോലും പതറാതെ വിശ്വാസം കൈവടിയാതെ എനിക്ക് ആ സഹനം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ആ സഹനങ്ങളെ കാണാനായിട്ട്. എല്ലാ ദിവസവും വൈകിട്ട് ഞങ്ങൾക്കിവിടെ 9 തൊട്ട് 10 മണി വരെ ആരാധനയുണ്ട്. പ്രൈവറ്റായിട്ട് ആരാധന നമുക്ക് നടത്താം. അപ്പോൾ ആ സമയങ്ങളിൽ
ആരാധനയോടൊപ്പം തന്നെ ഞാൻ അൽഫോൻസാമയോടും കൂടുതലായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഒരു മധ്യസ്ഥ അല്ലെങ്കിൽ വിശുദ്ധ എന്നതിലുപരി ഒരു അൽഫോൻസാമയെ ഒരു സഹോദരി അല്ലെങ്കിൽ അൽഫോൻസാമയുടെ ഒരു കാഷ്വൽ ടോക്ക് നമുക്ക് വളരെ സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണം. അല്ലെങ്കിൽ ഞാൻ അൽഫോൻസാമയോട് സംസാരിക്കുന്നില്ല, ഒരു ദിവസത്തെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അൽഫോൻസാമയോട് പങ്കുവയ്ക്കാറുണ്ട്. ആ ഒരു രീതിയിലാണ് ഞാൻ അൽഫോൻസാമയോട് പ്രാർത്ഥിക്കുന്നത്.